നമസ്കാരം. സംസ്ഥാനത്ത് എല്ലായിടത്തും UDF തരംഗമാണെന്നും 100-ലധികം സീറ്റുകളുമായി അധികാരത്തിലെത്തുമെന്നും ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സർക്കാരിനെതിരായ അതിശക്തമായ പ്രതിഷേധവും UDF-നെ കുറിച്ചുള്ള പ്രതീക്ഷകളും ജനങ്ങൾക്കിടയിലുണ്ട്. UDF വന്നാൽ കേരളത്തിൽ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷ ജനങ്ങളിലുണ്ട്. തങ്ങളെ സർക്കാരിനെതിരെ അവതരിപ്പിച്ച കുറ്റപത്രം ജനങ്ങൾ അവരുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്ത് ഈ സർക്കാരിനെ ശിക്ഷിക്കുമെന്നും സതീശൻ വ്യക്തമാക്കി. പറവൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF അധികാരത്തിലെത്തുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. എല്ലായിടത്തും ടീം UDF ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ആവേശകരമായ പ്രതികരണമാണ് ഉണ്ടാകുന്നത്. പോളിംഗ് കൂടി കഴിയുമ്പോൾ UDF കൃത്യമായി എത്ര സീറ്റിൽ വിജയിക്കുമെന്ന് ഒന്നുകൂടി പറയാം. ഏതായാലും 100-ലധികം സീറ്റിൽ വിജയിക്കും. ഒരു ഡസൻ മന്ത്രിമാർ പരാജയപ്പെടും. ചിലപ്പോൾ ഒന്ന് കൂടുകയോ കുറയുകയോ ചെയ്യും. അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. UDF-ന് അനുകൂലമായ തരംഗമുണ്ട്. തിരുവനന്തപുരത്തുള്ള ഒരു സീറ്റ് 8 സീറ്റ് വരെ ആകാമെന്നും കൊല്ലത്ത് 2 സീറ്റോ 7 8 ആകും. ആലപ്പുഴയിൽ 2-3 കാര്യങ്ങൾ കൂടി അസസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് കൃത്യമായ കണക്ക് പറയാം എന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 30 വർഷത്തിനിടെ ജില്ലാ പഞ്ചായത്ത് പിടിച്ച ജില്ലയാണ് കോഴിക്കോട്. അവിടെ തന്നെ വലിയ മാറ്റമാണെന്ന് മനസ്സിലായാലും ഒരു ഡസൻ മന്ത്രിമാർ പരാജയപ്പെടും. കാസർഗോഡ് നിന്നും വോട്ടെണ്ണി എറണാകുളത്ത് എത്തുമ്പോഴേക്കും UDF-ന് ഭൂരിപക്ഷം കിട്ടും. വയനാട് ഫണ്ട് പിരിവ് സംബന്ധിച്ചുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടെ പുറത്തുവിട്ടിട്ടുണ്ട്. വീട് പണിയാൻ KPCC ഫണ്ടിൽ നിന്നും AICC ഫണ്ടിൽ നിന്നും പണം നൽകും. അല്ലാതെ ഫണ്ട് കളക്ഷൻ ഉണ്ടാകില്ല. സഹായിക്കാമെന്ന് AICC നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ നുണകളാണ് CPM പ്രചരിപ്പിക്കുന്നത്? പിണറായി വിജയനോട് എല്ലാ പരിപാടികളിലും MV ഗോവിന്ദനും TP രാമകൃഷ്ണനും ഉണ്ടായിരുന്നു. കോൺഗ്രസിനോടുള്ള കുത്തിത്തിരിപ്പ് ചോദ്യം പിണറായി വിജയനോട് ചോദിക്കാറില്ലല്ലോ. ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കാൻ പറയുമെന്നും വി ഡി സതീശൻ വിമർശിച്ചു. ഏതായാലും വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട്, അതായത് UDF നിർമ്മിക്കുന്ന വീടുകളുമായി ബന്ധപ്പെട്ട് വലിയ അലിഗേഷനാണ് LDF ഉയർത്തുന്നത്. ഈ ഘട്ടത്തിൽ ഇതിനുള്ള മറുപടി കൂടി അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. എന്തായാലും വി ഡി സതീശൻ അഭിപ്രായത്തെ പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ അഭിപ്രായം യഥാർത്ഥമാണ് എന്ന തരത്തിലാണ് മറുനാടൻ മലയാളി നടത്തിയ സർവേ ഫലവും വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയാനുള്ള മറുനാടൻ മലയാളിയുടെ അഭിപ്രായ സർവേയുടെ ഫലങ്ങൾ ഇന്ന് നമ്മൾ പുറത്തുവിട്ടിരുന്നു. 2ാം ഘട്ട ഫലം ആദ്യം വടക്കൻ കേരളത്തിലെ ആയിരുന്നു ഇന്നലെ പുറത്തുവിട്ടത്. ഇന്ന് മധ്യ കേരളത്തിലെ ഫലമാണ് വന്നത്. മലബാർ മേഖല എങ്ങനെ ചിന്തിക്കുന്നു എന്ന ഫലം പുറത്തുവിട്ടത് ഇന്ന് സർവേയുടെ 2ാം ഘട്ടമാണ്. പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം എന്നീ 5 ജില്ലകളിലെ 53 മണ്ഡലങ്ങളുടെ സർവേയുടെ ഫലമാണ് പുറത്തുവിടുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പാലക്കാട് അടക്കമുള്ള മണ്ഡലങ്ങളിലെ ഫലം സർവേയിൽ പുറത്തു വന്നു. കഴിഞ്ഞ ദിവസം കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള 5 ജില്ലകളിലെ 48 മണ്ഡലങ്ങൾ നടത്തിയ സർവേ ഫലം വന്നിരുന്നു. ഇതിൽ UDF-ന് തന്നെയാണ് മുന്നേറ്റം ഉണ്ടായിരുന്നത്. ആ 48-ൽ UDF 28 സീറ്റുകൾ നേടിയപ്പോൾ LDF 19 സീറ്റുകൾ നേടി. മഞ്ചേശ്വരത്ത് NDAയും UDF-ഉം തുല്യ നിലയിലാണ്. പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം എന്നീ ജില്ലകളിലെ 53 മണ്ഡലങ്ങളിലെ സർവേയിൽ UDF 32 സീറ്റുകളിലും LDF 20 സീറ്റുകളിലുമാണുള്ളത്. പാലക്കാട് മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ് മുന്നിൽ. ഇതുവരെ 101 സീറ്റുകളുടെ ഫലം വിലയിരുത്തുമ്പോൾ UDF-ന് 60 സീറ്റുകളും LDF-ന് 39 സീറ്റുകളും NDAയ്ക്ക് 1 സീറ്റുമാണ് ലഭിച്ചത്. ഇതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് സർവേയുടെ ഫലം. എന്തായാലും വി ഡി സതീശൻ പ്രത്യാശിക്കുന്നത് പോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾ മറുനാടൻ മലയാളി നടത്തിയ സർവേയിലും UDF-ന് അനുകൂലമായി തന്നെയാണ് വോട്ട് ചെയ്യുന്നത്.